ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട്, സുഖമല്ലേ? ഞാൻ ഇപ്പോൾ പുറത്താണ് കേട്ടോ. ഞങ്ങളിത് ഇവിടെ പാർക്ക് ചെയ്തിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, ഫുഡ് അടിക്കാൻ വന്നതാണ്. അപ്പോൾ തൃശ്ശൂരിൽ നല്ല ഫുഡ് സ്പോട്ട് തപ്പുന്ന ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു അടിപൊളി ഫുഡ് സ്പോട്ട് ഞാനിന്ന് പറഞ്ഞിരുന്നതാണ്. അപ്പം ഞങ്ങളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക എവിടേക്കാണ് പോകേണ്ടതെന്ന്. പ്രത്യേകിച്ച് ഒരു പ്ലാനില്ല, വെറുതെ ഇറങ്ങിയതാണ്. വീട്ടിലിരിക്കുന്ന സമയത്ത് ഞങ്ങളിടയ്ക്ക് ചായ കുടിക്കാന്നൊക്കെ പറഞ്ഞ് ഇറങ്ങും, അതേപോലെ വെറുതെ ഫുഡ് അടിക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ഇപ്പോൾ ഇതേ ഒരു ഫുഡ് സ്പോട്ടിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. പക്ഷേ അവിടെ പാർക്കിങ് കാര്യങ്ങൾ അന്വേഷിക്കുകയാണ്. ഓക്കെ ആണെങ്കിൽ നമ്മളിന്ന് ഇവിടെ കയറും. ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. പാർക്കിംഗ് ഇഷ്യൂ ഉള്ള കാരണം കൊണ്ട് നമ്മൾ ആദ്യം വിചാരിച്ച റെസ്റ്റോറൻറ്റിൽ നമുക്ക് കയറാൻ പറ്റിയില്ല കേട്ടോ. അതുകൊണ്ട് നെക്സ്റ്റ് നമ്മൾ വന്നിരിക്കുന്നത് വൺ ഓഫ് ദ ഫേമസ് റെസ്റ്റോറൻറ്റ് ഇൻ തൃശ്ശൂർ, മോത്തിമഹൽ റെസ്റ്റോറൻറ്റ്. അവിടെ തന്നെ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു പ്ലേസാണ് ടിപ്സി ഫ്ലെമിംഗോ. അവിടെയാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത് കേട്ടോ. ഇവിടുത്തെ ആംബിയൻസിൻ്റെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. നല്ല പിങ്ക് ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട്, നല്ല വോളൊക്കെ ഭയങ്കര പെയിൻറ്റിങ് ഒക്കെ വെച്ചിട്ട് ഭയങ്കര അടിപൊളിയായിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അതിൻ്റെ ആംബിയൻസ്. പിന്നെ എന്ത് ഓർഡർ ചെയ്യുന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു കേട്ടോ. ഇവിടെ ഡ്രിങ്ക്സ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. വെറൈറ്റി ടൈപ്പ് ഓഫ് നമ്മുടെ കോക്ടെയിലും എല്ലാം അവൈലബിൾ ആണ്. ഇത് ടുഡേ സ്പെഷ്യൽ കോക്ടെയിൽസ് ആണ്. അപ്പോൾ നമ്മൾ എന്താ ഓർഡർ ചെയ്യുന്നതെന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ കാര്യമായിട്ടുള്ള ഡിസ്കഷൻസിൽ കൂടെ പോവുമായിരുന്നു എന്താ ഓർഡർ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഡ്രിങ്ക്സ് എന്തെങ്കിലും ഓർഡർ ചെയ്യാന്നുള്ള ഫൈനൽ കുറേ ചർച്ചകൾക്ക് ശേഷം ഞങ്ങൾ അവരോട് തന്നെ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു നല്ലൊരു അടിപൊളി കോക്ടെയിൽ എടുക്കാമെന്ന്. അപ്പോൾ ഒരു കൂവ ഫ്ലേവറിലുള്ള നല്ലൊരു കോക്ടെയിൽ ഞങ്ങൾ ഓർഡർ ചെയ്തു. പിന്നെ എന്തെങ്കിലും ഒരു സ്റ്റാർട്ടറായിട്ട് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനും കുറേ ഡിസ്കഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ അവരോട് തന്നെ ചോദിച്ചു. അപ്പോൾ അവിടെ എല്ലാ ടൈപ്പ് ഓഫ് ഫുഡും അവൈലബിൾ ആണ്, ഇൻക്ലൂഡിങ് നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ, ഇറ്റാലിയൻ, അതേപോലെ ചൈനീസ് എല്ലാം അവൈലബിൾ ആണ്. ബട്ട് ഇത്തിരി എക്സ്പെൻസീവാണ്. അപ്പോൾ അതും കൂടി എക്സ്പെക്റ്റ് ചെയ്തിട്ട് വേണം ഇവിടേക്ക് പോകാനായിട്ട്. പക്ഷേ നല്ല ആംബിയൻസ് ആണ് കേട്ടോ. ഫാമിലിയും ഫ്രണ്ട്സും എല്ലാവരും വന്നിരിക്കുന്ന ഒരു ആംബിയൻസ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ പോയിരുന്ന സമയത്ത് അവിടെ കുറേ ഫാമിലീസും ലേഡീസും കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് ഫുള്ളായിട്ട് കവറപ്പ് ചെയ്യാൻ പറ്റിയില്ല ആ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു വ്യൂ ഒക്കെ. അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് ഫുള്ളായിട്ട് കാണിക്കാനുള്ളൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഫൈനലി ഞങ്ങൾ എന്നിട്ട് അജിത്തിൻ്റെ സജഷനൊക്കെ വെച്ചിട്ട് ഞങ്ങളൊരു ചിക്കൻ സീസർ സാലഡ് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് ഓർഡർ ചെയ്തു. അപ്പോഴേക്കും നമ്മുടെ കോക്ടെയിൽ എത്തി. കോക്ടെയിൽ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. ഇറ്റ്സ് ഓക്കെ ടേസ്റ്റായിരുന്നു. ഞാൻ കോക്ടെയിൽ മുന്നേ കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കോക്ടെയിൽ ഓക്കെ ആയിരുന്നു. എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ബട്ട് ഇറ്റ്സ് ഓക്കെ. ഒരു പച്ചമുളകൊക്കെ വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതായിരുന്നു നമ്മുടെ ചിക്കൻ സീസർ സാലഡ്. എനിക്ക് ഈ സാലഡ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതും അടിപൊളി സാലഡായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ഇഷ്ടപ്പെട്ട് നമ്മൾ നന്നായിട്ട് ഫുഡൊക്കെ എൻജോയ് ചെയ്തു കേട്ടോ. അപ്പോൾ മോത്തിമഹൽ റെസ്റ്റോറൻറ്റിൽ നിന്ന് നമ്മൾ അങ്ങനെ ഇറങ്ങി അടുത്ത ഫുഡ് സ്പോട്ട് തപ്പിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അടുത്ത ഫുഡ് സ്പോട്ടിലെത്തി. മറ്റോടത്ത് പാർക്കിംഗ് ഇഷ്യൂം കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നഹദിയിലെത്തിയിരിക്കുകയാണ് കേട്ടോ, മന്തി കഴിക്കാനായിട്ട്. നമുക്ക് കയറാം. അങ്ങനെ നമുക്ക് സീറ്റൊക്കെ കിട്ടി. അത്യാവശ്യം തിരക്കുറവുണ്ടായിരുന്നു. ഇവിടെ മന്തിയുടെ ഡിഫറെൻറ്റ് ടൈപ്സൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് ഒരു അൽഫാം മന്തിയും ഒരു ചിക്കൻ മന്തിയാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്ന രാജ്യത്ത് വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ നമ്മൾ അത് കഴിച്ചൊക്കെ തുടങ്ങി. ഇവിടുത്തെ ആക്ച്വലി അടിപൊളി ഒരു മന്തിയാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു മന്തി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നഹദി മന്തിയെ പറയുള്ളൂ. ഞാനിവിടെ ഒരുപാട് തവണ വന്നിട്ടുണ്ട്. എപ്പോൾ വരുമ്പോഴും ഞാൻ ആലോചിക്കും ഇത് വീഡിയോ എടുക്കണം, എന്നിട്ട് യൂട്യൂബിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ കാണിക്കണം എന്നൊക്കെ. പക്ഷെ ഇപ്പോഴാണ് അതിനൊരു ചാൻസ് കിട്ടിയത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കഴിച്ചു തുടങ്ങുകയാണ്. ആൾക്കാരുള്ള കാരണം എനിക്ക് സംസാരിക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു സെൽഫായിട്ട് വീഡിയോ എടുക്കാമെന്ന്. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ ഫുഡ് കഴിച്ചു തുടങ്ങിയത്.
പിന്നെ ഇവിടുത്തെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ ഭയങ്കര സ്പേഷ്യസ് ആണ് കേട്ടോ റെസ്റ്റോറൻറ്റ്. ഗ്രൗണ്ട് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോറൊക്കെ ആയിട്ട് നല്ല സ്പേഷ്യസ് ആണ്. പക്ഷേ യൂഷ്വലി ഇവിടെ ഭയങ്കര റഷ് ആവാറുണ്ട്. ഞങ്ങൾ ഇന്ന് വന്നപ്പോൾ കുറച്ച് കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു. അത് കാരണം കൊണ്ട് അതൊക്കെ എക്സ്പെക്റ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ വരാൻ കേട്ടോ. പിന്നെ ഇവിടെ മാത്രമല്ല പല ലൊക്കേഷൻസിലും ഉണ്ട്. കോഴിക്കോട് മലപ്പുറം പോലുള്ള പല ലൊക്കേഷൻസിലും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യാത്തവർ ഒരു തവണയെങ്കിലും വന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി മന്തിയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ടിപ്സി ഫ്ലെമിംഗോയിലും അതേപോലെ നഹദി മന്തിയിലും ഫുഡ് ഇഷ്ടപ്പെട്ടവരൊക്കെ ട്രൈ ചെയ്യുക. ഫീഡ്ബാക്ക്സ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഫുഡ് എൻജോയ് ചെയ്യുക. അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക. താങ്ക്